ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിലെ കോശങ്ങൾ യൂട്രസിന് വെളിയിൽ വരുന്നതിനാണ് നമ്മുടെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം. അപ്പം ഇവിടെ നമ്മുടെ ഓവറി വരാം, യൂട്രസിൽ വരാം, നമ്മുടെ കിഡ്നിയിൽ നിന്ന് മൂത്രം കൊണ്ടുവന്ന കൊള്ളി വരാം, നമ്മുടെ കുടലിൽ വരാം. അപ്പോൾ ഈ ഓവറിക്കകത്ത് ഈ സിസ്റ്റ് വന്നാൽ ഈ സിസ്റ്റ് വലുതാവും. എന്നാൽ ഇത് ഈ യൂട്രസിന് പുറകെ വന്നാൽ ഈ ബൗല് കുടലിൽ പോയി അതിനെ ഒട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഈ എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂവിൽ ധമനികൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ അവിടെയുള്ള വെസലുകൾ ബ്ലീഡ് ചെയ്യും. വെസലുകൾ ബ്ലീഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ ഈ ഫൈബ്രിൻ ഡിപ്പോസിഷൻ വരും. ഈ ഫൈബ്രിൻ ഡിപ്പോസിഷൻ വരുമ്പോൾ അവിടെ നോഡ്യൂളുകൾ വരികയും ഈ ആന്തരികാവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ആന്തരികാവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫൈബ്രിനിൽ നമ്മുടെ ഗുളികൾക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഫൈബ്രിനിൽ നമ്മുടെ ഗുളികകൾ ആക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് സിവിയർ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ നമ്മുടെ സർജറി തന്നെയാണ് അതിൻ്റെ പരിഹാരം. ഗുളികൾക്ക് അവിടെ പൂർണ്ണമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ, ഈ ട്യൂബ് ഓവറിയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മൾ അവയെ വേർതിരിക്കണം. ട്യൂബ് ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ ട്യൂബിന് പറ്റാതെ വരും. അതുകൊണ്ടാണ് എൻഡോമെട്രിയോസിസ് ഉള്ളവരും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം ഫലവത്താകാത്തത്. അവർക്ക് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം. കാരണം അവിടെ ഈ ധമനികൾ ബ്ലീഡ് ചെയ്തുണ്ടാകുന്ന ബ്ലഡ് ഈ ഫൈബ്രിൻ പോയി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അവിടെ ഈ നോഡ്യൂളുകൾ ഉണ്ടാകുകയും ഈ ഫൈബ്രിൻ ഡിപ്പോസിറ്റുകൾ കൊണ്ട് ഈ ട്യൂബും ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വരുന്ന അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഓവറിയിൽ നിന്ന് വരുന്ന അണ്ടത്തെ ട്യൂബിന് പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും അത് അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് അണ്ടത്തിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. അങ്ങനെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയാൻ ട്യൂബും ഓവറിയും തമ്മിലുള്ള പിക്കപ്പിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും.